വി ഷുഡ് പണിഷ് ദം. മുഴുവൻ സത്യങ്ങൾ അറിയാതെ ഞങ്ങളെ കൺഫ്യൂസ് ആയത്. ഇപ്പൊ മനസ്സിലായി. വൈ ഷുഡ് ഗേൾസ് ഹാവ് ഓൾ ദ ഫൺ? അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ചേട്ടന്മാരാ. ചെറുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്നെ രക്ഷിച്ചിട്ടുള്ളതല്ലേ ബ്രോ? പ്രീതു, ഇനി മുതൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് ബ്രോ. ആദ്യം നിക്ക്. എന്താ ഇത്? എന്നെ അടിക്കാൻ എന്താ ചേട്ടാ, എന്താ നിക്കാൻ പറഞ്ഞത്? ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ നീ ചേട്ടന്റെ വീട്ടിലേക്ക് വരുന്നത്? ആരതി ഒഴിഞ്ഞ് വിളക്ക് തന്നല്ലേ നിന്നെ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കേണ്ടത്. ശരി ചേട്ടാ, ചേട്ടന്റെ ആഗ്രഹം ഞാനെന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നതല്ലേ, ഈ സമയത്ത് അങ്ങനെ ആരതി എടുക്കാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. പക്ഷേ എന്നെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നത് ആരാണെന്ന് കൂടി എനിക്കൊന്ന് അറിയണമല്ലോ. അതിനെന്താ, ഇവിടെ ആളുണ്ടല്ലോ. ആര്? അതെ, അമൂലിയും പാർവതിയും. ഇവരാണ് എനിക്ക് ആരതി എടുക്കുന്നത്. പാർവതി, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന അനിയത്തിയത്. അവക്ക് ആരതി എടുക്കണം. പോയില്ല, റെഡിയാക്ക. അമൂല്യ, ആദ്യക്ക് ആരതി എടുക്കാനുള്ളത്. നീ പോയി എല്ലാം റെഡിയാക്കി വാ. ഡിയർ അനിയത്തി, ഇപ്പൊ നിന്റെ കയ്യിലേ ഈ മൂർച്ചയുള്ളതോ ഭാരമുള്ള വസ്തുക്കളൊന്നും വെക്കാൻ പാടില്ല. അതിങ്ങ് തന്നെ. തരണോ? പ്ലീസ് പ്ലീസ്, ഇങ്ങനേക്ക് കൊണ്ടുപോ. ആരതിയൊക്കെ റെഡിയാക്കിയതിന് ഒരുപാട് താങ്ക്സ്. പക്ഷെ എന്റെ അനിയത്തിക്ക് ആരതി എടുക്കാൻ പോകുന്നത് നിങ്ങളല്ല. അനന്യയും അഹല്യയുമാണ്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അനിയത്തിക്ക് ഒന്ന് ആരതി എടുക്കാവോ? വരൂ,
ആരതി തട്ടം വാങ്ങിച്ചോളൂ. വരൂ വരൂ. ആ എന്തായി നോക്കി നിൽക്കുന്നേ? കമോൺ, ആരതി എടുക്ക്. ആരതി എടുക്കുന്നു. നിക്ക്. ഞങ്ങളുടെ അനിയത്തിക്ക് ഞങ്ങൾ തന്നെ ആരതി എടുത്തോളാം. അയ്യേ, ഇതിന്റെ രണ്ടിന്റെ മുഖം എന്നെ ഇഞ്ചി കടിച്ച പോലെ. ചെറിയമ്മേ, ആദ്യം നീ എങ്ങോട്ടാ പോന്നേ? അത് പിന്നെ അമ്മും പിന്നെ പാറുവും. ഏയ്, അവരുടെ പിന്നാലെ ഇപ്പൊ പോണ്ട. അടുക്കളയിൽ എന്തെങ്കിലും ജോലി ഉണ്ടാവും, അത് ചെയ്യാൻ പോയതാ. അവരോട് പിന്നെ സംസാരിക്കാം. ചേച്ചി, ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ? വാ, എല്ലായിടും കാണിച്ചു തരാം. വാന്നേ. ഞാൻ വളരെ റോങ് ആയിട്ടുള്ള ടൈമിലാണ് എൻട്രി ചെയ്തതെന്ന് തോന്നുന്നു. ഇവര് വളരെ ഹെവി ആയിട്ടുള്ള ദേഷ്യത്തിലാണെന്നാ തോന്നുന്നത്. ഈ സമയത്ത് ഇവരുടെ അടുത്തെങ്ങാനും പോയി പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ കൈ കിട്ടുന്ന എന്തെങ്കിലും വെച്ച് എന്നെ കച്ച 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 കച്ചാന്ന് വെട്ടി എറിയാനുള്ള സാധ്യതയുണ്ട്. വേഗം എസ്കേപ്പ് ആയേക്കാം. അതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. എടോ സുമേഷ്, അവിടെ നിൽക്ക്. എന്താ ഇവിടെ വരെ വന്നിട്ട് തിരിഞ്ഞങ്ങ് പോകുന്നേ? അത് പിന്നെ ചെറുതായിട്ടൊരു വിശപ്പ് വന്നു. അതുകൊണ്ട് തിന്നാനായിട്ട് എന്തെങ്കിലും കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നതാ. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് എന്നെ പിടിച്ച് തിന്നാനുള്ള അവസ്ഥയിലാണല്ലോ. അതുകൊണ്ടാ ഒന്നും പറയാതെ ഞാൻ തിരിച്ചു പോയത്. സുമേഷേ, ശരിക്കും നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് മാത്രമല്ല, അവിടെ എല്ലാവരും വിശന്നിരിക്കുക. ശരി, ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഫുഡെല്ലാം റെഡിയാക്കാം. ഒരമ്മയ്ക്ക് എല്ലാം പറയാതെ തന്നെ മനസ്സിലാകുമെന്നല്ലേ? എന്റെ വിശപ്പ് മേഡത്തിന് മനസ്സിലായല്ലോ. താങ്ക് യു മേഡം. അമ്മു മേഡം, ഫുഡ് റെഡിയാകുന്നത് വരെ ഈ ഒരു തക്കാളിക്ക് തികയില്ല. ഒരു ടൊമാറ്റോയും കൂടെ തരുമോ? ഇന്ന് കൊണ്ടുപോയി തിന്നെ. താങ്ക് യു. ചേട്ടനും പ്രീതു ഇപ്പൊ കാല് മാറിയിരിക്കുക. ദുഷ്ടന്മാര്.
സാരമില്ല അമ്മു. വാ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. പാവം എല്ലാവരും അവിടെ വിശന്നിരിക്കാന്ന് പറഞ്ഞില്ലേ? എല്ലാരും വെച്ചാ ആ 2 പിശാചുകൾക്കും നമ്മുടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണോ? അവർക്ക് വേണ്ടി ഞാനൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ പറയല്ലേ അമ്മു. ശത്രുക്കളാണെങ്കിലും ശരി, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താ നമുക്ക് പുണ്യം കിട്ടുള്ളൂ എന്നല്ലേ? മാത്രമല്ല, അങ്ങനെ ചെയ്താൽ നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിപ്പോവും. ഇതൊക്കെ എന്നെ പണ്ട് അമ്മ പഠിപ്പിച്ചതാ. ഇതൊന്നും മനസ്സിൽ വെക്കാതെ അവർക്ക് ആഹാരം കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ആയിക്കോട്ടെ, എന്തായാലും ഫുഡ് ഉണ്ടാക്കല്ലേ, അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി കളയാം. ഏട്ടത്തി ഉണ്ടല്ലോ. ഏട്ടത്തിക്ക് എന്താ കഴിക്കാൻ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എന്ത് തന്നാലും കഴിക്കും. എന്താ ചോദിച്ചേ? നീ എന്താമോ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല ഏടത്തി, എല്ലാം കഴിക്കുന്ന വെറുതെ കള്ളം പറയുന്ന എന്തിനാ? തോരനൊന്നും കഴിക്കാറില്ല, ക്യാരറ്റ് ഹൽവ ഇഷ്ടമല്ല, ചിലത് കഴിച്ചാൽ ഛർദിക്കാൻ വരും, മറ്റു ചിലത് ഇഷ്ടമല്ല. അതൊക്കെ പ്രഗ്നൻസി ടൈമിലെ പ്രോബ്ലം അല്ലേ അമ്മോ? അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും ഓക്കെയാ. ബട്ട് നിങ്ങൾ എന്തിനാ ഇത് ചോദിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. അയ്യോ, വേറെന്തിനാ? ഫുഡ് ഉണ്ടാക്കി തന്ന് കഴിപ്പിക്ക. സത്യാണോ? സത്യേട്ടത്തി. ഏട്ടത്തിക്കും ഏട്ടത്തിയുടെ വയറ്റിലുള്ള കുട്ടിക്കും എന്താ ഇഷ്ടമെന്ന് പറ, അതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കി തരാം. കഴിച്ചാൽ മാത്രം മതി. ഏടത്തി, എന്തു പറ്റി? ഒന്നുമില്ല അമ്മോ. അല്ല ഏടത്തി, ഈ ഇടയായിട്ട് കുഞ്ഞിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഇമോഷണൽ ആവുന്നുണ്ട്. എന്താ ഏടത്തി, എന്താ കാര്യം? എന്നോടത് പറയാൻ പറ്റില്ലേ? അതൊക്കെ വെറുതെ തോന്നുന്നതാമോ? എന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാം ഇത്രയും സ്നേഹിക്കുന്നത് കാണുമ്പോ ഞാൻ വളരെ ഇമോഷണൽ ആയി പോകുന്നത്. അതാ എനിക്ക് പെട്ടെന്ന് കണ്ണു നിറഞ്ഞത്. അത്രേ ഉള്ളൂ. ഏട്ടത്തി, എന്താ ഇത്? അത് ഏട്ടത്തിയുടെ മാത്രം കുട്ടിയാണോ? പ്രസവിച്ച് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നാ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കും. ശരി, ഏട്ടത്തിക്ക് എന്താ കഴിക്കാൻ തോന്നിയെന്ന് പറ, അത് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാ. അയ്യോ പൊട്ടത്തിമാരാ നിങ്ങള്. നിങ്ങളിപ്പോ എന്റെ ഇഷ്ടത്തിനല്ല ഫുഡ് ഉണ്ടാക്കാൻ പോവേണ്ടത്. എന്റെ ചേട്ടന്മാരുടെ ഇഷ്ടം നോക്കി അതുണ്ടാക്കണം. ഇത്രയൊക്കെ ആയിട്ടും ചേട്ടന്മാരുടെ ഭാഗത്ത് തന്നെയാണല്ലേ? ഞാനിപ്പോ ആരുടെയും ഭാഗത്ത് നിന്നല്ല സംസാരിക്കുന്നത്. നിങ്ങൾ 4 പേരും പഴയതുപോലെ സന്തോഷത്തോടെ ഒന്നിച്ചു നിൽക്കണം എന്റെ ആഗ്രഹം. നിങ്ങൾക്കറിയില്ലേ, ഭർത്താക്കന്മാരെ സന്തോഷം നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. എന്താ, വയറ് നിറയ്ക്കണോന്നോ? ഇതേതാ പുതിയ സമ്പ്രദായം? അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിൽ വീഴാത്ത ഭർത്താക്കന്മാരില്ല. ഇത് എന്റെ എക്സ്പീരിയൻസാ. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ മനസ്സിലായി എടുത്തി. ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ഗേൾ. അതുമാത്രല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. അതിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അതെന്താ ഏട്ടത്തി? വേദാന്ത്, കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് ഇവിടെ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് നടക്കുന്നതല്ലേ? ഓഫ് കോഴ്സ് ആദി, എന്തൊക്കെ മാറ്റങ്ങളാ. അതെ, ഇപ്പൊ തീരെ ടെൻഷനില്ല. എപ്പോഴും ബിസിനസിന്റെ ടെൻഷൻ, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു. ബട്ട് ഓൾ ഓഫ് ദ സഡൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമുക്കൊന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഐ നോ, ആൻഡ് മോറോവർ നമ്മുടെ ഗേൾഫ്രണ്ട് എപ്പിസോഡില്ലേ, അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓഫ് കോഴ്സ്. യാ, നമ്മുടെ റേഞ്ചിന് ഇതിലും നല്ല ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഹലോ മൈ ഡിയർ ബ്രദേഴ്സ്, സോറി ടു ഡിസ്റ്റർബ് യു, ബട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആക്ച്വലി സ്പെഷ്യൽ ന്യൂസാ. ആണോ? എന്താ അത്? അമ്മും പാർവതി അടുക്കളയില് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്താ ഇത്ര വെറൈറ്റി ഒക്കെ? എത്ര ഐറ്റംസ് ആണെന്ന് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ അതിന്റെ പേരുകൾ പോലും ഓർമ്മ വരുന്നില്ല. എന്തായാലും അവരെ വെറൈറ്റി ഫുഡ്സ് നിങ്ങളൊന്ന് കാണുമായിരുന്നു. സൂപ്പർ ഫുഡാ. സത്യമാണോ?
അയ്യോ ഞാനെന്തിനു കള്ളം പറയുന്നു ചേട്ടാ, സത്യാന്നേ. നിങ്ങൾ രണ്ടുപേരും കിച്ചണിലേക്ക് പോയാ അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കും. അവരുടെ രണ്ടുപേരും കഴിക്കുന്ന മാജിക് ഉണ്ടെന്നാ തോന്നുന്നേ. സത്യം പറഞ്ഞ അവിടെ ചെന്നപ്പോ എനിക്ക് തന്നെ വിശപ്പ് കൂടി. അത് കണ്ട സന്തോഷത്തിൽ നിങ്ങളെ വന്നൊന്ന് അറിയിക്കാന്നാ വിചാരിച്ചേ. കഴിക്കാം അതെ സാർ. മൊബൈലിൽ വെറുതെ റീൽസ് ഒക്കെ കണ്ടിരിക്കില്ലേ, അപ്പൊ ഒരുപാട് റെസിപ്പീസ് വരും. അത് കാണുമ്പോ തന്നെ നമുക്ക് സന്തോഷമാവാറില്ലേ? അതിനേക്കാൾ 1000 മടങ്ങ് സന്തോഷം എനിക്ക് തോന്നി. ഓരോരോ ഇൻഗ്രീഡിയൻസ് എടുത്ത് അവര് നോക്കി നോക്കി കുക്ക് ചെയ്യുന്നു. അത് കാണുമ്പോ തന്നെ എനിക്ക് അതെടുത്ത് കഴിക്കാനും തോന്നി. ഇന്നെന്തായാലും 2 പേർക്കുള്ള ഫുഡ് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമെന്ന് ഉറപ്പാ. ഓ ബൈ ദ വേ, നിങ്ങൾ രണ്ടുപേരും ഒരുപാട് എക്സൈറ്റഡ് ഒന്നും ആവണ്ട. കഴിക്കാൻ ഇനിയും സമയം വേണം. എന്തായാലും അതുവരെ ഞാൻ അടുക്കളയിൽ പോയി ഫുള്ള് കഴിച്ചോണ്ടിരിക്കാം. ഓക്കെ ബൈ ബ്രദേഴ്സ്. വേദാന്ത്, ഞാനൊരു കാര്യം പറഞ്ഞ് ചിരിപ്പിക്കട്ടെ. എന്താ കാര്യം? നിന്റെ മനസ്സിൽ എന്താ ഇപ്പൊ ഉള്ളതെന്ന് ഞാൻ ഈസി ആയിട്ട് ഗസ് ചെയ്യും. ഞാൻ ഗസ് ചെയ്യുന്നത് ശരിയാണെങ്കിൽ നിന്റെ മുഖത്ത് ആ ചിരി വരും. എന്താടാ? മറ്റെന്താകാനാ? കുറച്ചു മുമ്പല്ലേ ആദ്യം വന്ന് ഫുഡിന്റെ കാര്യം വന്ന് പറഞ്ഞിട്ട് പോയത്. അതല്ലേ നിന്റെ തലയിൽ ഇപ്പൊ ഓടുന്നത്? എക്സാക്ട്ലി. നീ എങ്ങനെ അത് മനസ്സിലാക്കി? വെരി സിമ്പിൾ. എന്റെ തലയിലും അത് തന്നെ. എനിക്കാണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ട് ആദി, ഒന്ന് കഴിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമ്മൾ വർക്കൗട്ട് ചെയ്യാണെങ്കിലും കഴിക്കുന്നതിനെ കുറിച്ചല്ല ചിന്തിച്ചോണ്ടിരുന്നത്. അപ്പൊ എങ്ങനെ ചിരിക്കാതിരിക്കുന്നേ? ആക്ച്വലി അവർക്ക് നല്ല കൈപ്പുണ്യാണല്ലോ. ആദ്യം പറഞ്ഞതിനേക്കാളും ഒരു പിടി കൂടുതലായിരിക്കും ടേസ്റ്റ്. വേദാന്ത്, നീ പാർവതി വെക്കുന്ന പായസം ഒന്ന് കഴിച്ചു നോക്കണം. നീ ശരിക്കും ഫ്ലാറ്റ് ആവും. Is it? Really? അത്ര അടിപൊളി അവരുടെ ഫുഡ്. ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ പ്രസാദമായിട്ടൊക്കെ പായസം തരില്ലേ, അതിനേക്കാളും ഡിവൈനിറ്റി ഇതിനുണ്ടാവും. അതൊന്ന് നാവിൽ വെക്കുമ്പോ തന്നെ സ്വർഗം കാണാം. അത്ര ടേസ്റ്റ് അതിന്. എന്റെ ആ കഴുതക്കുട്ടി മോശമൊന്നുമല്ല. അവളുടെ അമ്മയുടെ കൈപ്പുണ്യം നല്ല ഫേമസാ. ഇവളും അങ്ങനെ തന്നെയാ. അവളുടെ അമ്മയുടെ കൈപ്പുണ്യം അവൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത്. ആദി, നീ പറഞ്ഞ വിശ്വസിക്കില്ല. 100 പേർക്കുള്ള ഫുഡ് അവൾ ഒറ്റയ്ക്ക് നിന്ന് അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഇറ്റ്സ് സോ യം. നോക്ക്, ഞാനത് പറഞ്ഞപ്പോ നീ കണ്ടില്ലേ എന്റെ വായിൽ കപ്പലോടാനുള്ള വെള്ളം വന്നത്? വേദാന്ത്, ഇപ്പൊ നമ്മുടെ സൂപ്പർ വുമൻസ് സൂപ്പർ ഷെഫ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ ഇന്നൊന്നും മിസ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ടേസ്റ്റ് ചെയ്യണം. അതിന് വയറാദ്യം കാലിയാക്കണം. എന്താ ചെയ്യേണ്ടതെന്നറിയോ? കഴിക്കാനാകുന്നവരെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാ. ഓക്കെ? എന്നാ നമുക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം. ഡൗട്ട് വേണ്ട. നാളത്തേക്ക് വേണ്ടി നമുക്ക് ഇന്ന് തന്നെ എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യാം. എന്ത് തന്നെയായാലും ഇന്നത്തെ ഫുഡ് നമ്മൾ മിസ് ചെയ്യാനേ പാടില്ല. ഓക്കെ? നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുക. നിന്നോണ്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ആഹാരത്തെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. നമുക്ക് അന്നമാണ് ഏറ്റവും വലുത്. മനസ്സിലായല്ലോ? അമൂല്യ, പാറു, എല്ലാവർക്കും വിളമ്പി കൊടുക്ക്.
ഇത് ആദി? ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യ, അവരൊന്ന് വിളമ്പി കഴിയട്ടെ. അവര് വിളമ്പി തുടങ്ങിയല്ലേ ഉള്ളൂ. പഞ്ചാമൃതമാണെങ്കിലും ലിമിറ്റ് വേണമെന്നല്ലേ, ഒന്ന് സമാധാനിക്കേ. അങ്ങനെ ഉണ്ടല്ലേ? ശരി, ആയിക്കോട്ടെ. എന്താ പിള്ളേരെ ഇത്? അവർക്ക് 4 പേർക്കും എന്താ നിങ്ങൾ വിളമ്പി കൊടുക്കാത്തത്? അവരുടെ കാമുകിമാരുണ്ടല്ലോ, അവരോട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ.